പുഞ്ചിരിമട്ടം ടോപ്പിലാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ്. ഈ വഴിക്കാണ് ഉരുൾ പൊട്ടിയൊലിച്ച് താഴേക്ക് പോയത്. ഇപ്പോൾ ഈ കാണുന്ന ഈ വീടെന്ന് പറയുന്നത് ഉരുൾ പൊട്ടിയൊലിച്ചെത്തുമ്പോൾ ആ നിരയിലുള്ള ആദ്യത്തെ വീടാണ്. അതായത് പുഞ്ചിരിമട്ടം ടോപ്പിലെ ആദ്യത്തെ വീടാണ് ഈ കാണുന്നത്. ഈ വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസ്പെറ്റോസ് ഷീറ്റുകളൊക്കെ തകർന്നിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാണ് കുറെ കൂടി വലുതായി, കുറെ കൂടി വ്യാപ്തിയിൽ, വീതിയിൽ ഈ ഉരുൾ പൊട്ടിയൊലിച്ച് ആദ്യത്തെ വീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് തൊട്ടു മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. TV, മേശ, മറ്റ് വസ്തുക്കൾ ഒക്കെ തന്നെ തകർന്ന് ഇരിക്കുന്നുണ്ട്. കൂടാതെ ഈ ആസ്പെറ്റോസ് ഷീറ്റ് താഴേക്ക് വീണിട്ടുള്ള അവശിഷ്ടങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പുഞ്ചിരിമട്ടം ടോപ്പിൽ ഏറ്റവും ആദ്യം കാണുന്ന വീടാണ്. ഇതിനുശേഷം താഴേക്ക് നിരനിരയായി വീടുകളുണ്ട്. ആ വീടുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന നിലയാണ് ഉള്ളത്. അത്രത്തോളം വ്യാപ്തിയിൽ, ആഴത്തിൽ, തീവ്രതയിൽ ഈ ഉരുൾ പൊട്ടിയൊലിച്ചെത്തി എന്നതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം. നേരത്തെ ഈ പുഞ്ചിരിമട്ടം ഒരു മധ്യഭാഗത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ ഇത് ടോപ്പിലെ കാഴ്ചയാണ്. തൊട്ടപ്പുറത്ത് ഈ റോഡിന് തൊട്ടപ്പുറത്ത് ഈ ഭാഗത്ത് വീടില്ല, ഈ ഭാഗത്ത് ഇടതുവശത്താണ് വീട്. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷേ റോഡ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് രണ്ട് വശങ്ങളിലും വീടുകളുണ്ട്. ആ രണ്ട് വശങ്ങളിലേക്കും ഇത് പോയി. അതായത് തുടങ്ങിയ ശേഷം പിന്നീട് അത് വലിയ തോതിൽ പരന്ന് ഒഴുകുകയാണ് ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്.